നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി റവന്യൂ മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചു. തെക്കുംകര ചോറ്റുപാറ സബ് സെന്റർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ സ്മാർട്ട് ആകുമ്പോൾ സേവനങ്ങളും സ്മാർട്ട് ആകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മണ്ണുത്തി സെന്ററിൽ ബസ് ഇറങ്ങിയ അറ്റ്ലസ് ബസ് ഉടമയുടെ പക്കൽ നിന്ന് 75 ലക്ഷം രൂപ കവർന്നതായി പരാതി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചരിത്ര നേട്ടവുമായി തൃശൂർ പ്രഖ്യാപനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് തൃശൂരിനെ ഈയൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തൃശൂർ ജില്ലയെ പ്രഖ്യാപിക്കുകയായിരുന്നു മന്ത്രി. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമാകുന്നു രാജ്യത്ത് കേരളം. ഒരു നിയമസഭയുടെ സമ്പൂർണ്ണ യോഗം ചേർന്ന് ഈ പ്രഖ്യാപനം നടത്തുന്നതും നമ്മുടെ സംസ്ഥാനമാണ്. കുടുംബശ്രീ വഴി 64,006 പേരെ കണ്ടെത്തി ആ കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കി. ലക്ഷ്യമുണ്ടെങ്കിൽ പരിശ്രമത്തിലൂടെ നേടാൻ സാധിക്കുമെന്നതിന്റെ ഉദാഹരണമാണിത്. അതിദരിദ്രരെ കണ്ടെത്താൻ പ്രഖ്യാപനം വരെ ഓരോ ഘട്ടത്തിലും മികച്ച പ്രവർത്തനം നടത്തിയ കുടുംബശ്രീയെ മന്ത്രി അഭിനന്ദിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ലോകത്തിനു മുൻപിൽ കേരളം അവതരിപ്പിക്കുന്ന കേരള വികസന മാതൃകയായി അതിദാരിദ്ര്യമുക്ത കേരളം മാറി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു. അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി ഭക്ഷണം, പാർപ്പിടം, ഭൂമി, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കി. 5013 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യമുക്തമായത്. റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷണം ആവശ്യമായിരുന്ന 1022 പേർ, ആരോഗ്യം 2535, വരുമാനം ക്ലേശമായിരുന്ന 389 പേർ, അഭയം ആവശ്യമുള്ള 1112 പേർക്ക് സഹായം ഉറപ്പാക്കി. അതിദരിദ്രരെ കണ്ടെത്തി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് ജില്ലയെ അതിദാരിദ്ര്യമുക്തമാക്കിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, സെക്രട്ടറി KR രവി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി വിജയിപ്പിച്ച അതിദരിദ്ര മുക്ത ജില്ലയായി മാറിയതായി ഔപചാരികമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രഖ്യാപിക്കും. ഇതൊരു ചരിത്ര നിമിഷമാണ്. തൃശ്ശൂർ ജില്ല അതിദരിദ്ര മുക്ത ജില്ലയായി ഔപചാരികമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രഖ്യാപനം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ, ജില്ലകളിലൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നവംബർ 1 ഉത്സവ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെല്ലാവരും പോവുകയാണ്. 2021 മെയ് 20 വൈകുന്നേരം 5 മണിക്കാണ് കേരളത്തിലെ ഈ ഗവൺമെൻറ്റിലെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം ചേരുന്നത്. ഞാനും ബിന്ദു ടീച്ചറുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ ചന്ദ്രശേഖരൻ നായർ മൈതാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ആ ക്യാബിനറ്റിലേക്ക് പോകുമ്പോൾ കന്നിക്കാരായ മന്ത്രിമാർ എന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകളിലൊന്നാണ് ക്യാബിനറ്റിൻ്റെ അജണ്ടകൾ, അതിനോടുള്ള പ്രതികരണം, എങ്ങനെയായിരിക്കും ക്യാബിനറ്റിൻ്റെ നടപടിക്രമങ്ങൾ. ആ ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരേ ഒരു അജണ്ടയെ വെച്ചു. അത് അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നായിരുന്നു. ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പലർക്കും. ഒരുപക്ഷെ ലോകത്ത് ദാരിദ്ര്യത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ 0.5% മാത്രം ഇന്ത്യയിൽ ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇനിയും അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താനുണ്ടോ, അതൊരു പ്രധാനപ്പെട്ട മിഷനാണോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിലുണ്ടായി. ആരായിരിക്കും ഇത് അന്വേഷിക്കാൻ പറ്റുക എന്ന ചോദ്യത്തിന് കുടുംബശ്രീ എന്ന ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. 55 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ ചോറ്റുപാറ സബ് സെന്റർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വിഹിതം 20 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച വനിതകൾക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെന്റർ, നിർമ്മാണം പൂർത്തിയാക്കിയ കോൺഫറൻസ് ഹാൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജെസി സാജൻ, മെറീന ബാബു, ET ബിജു, CP ജോർജ്, മനോജ് കുഴിപ്പറമ്പിൽ, KR സുധാകരൻ, PN മനോജ്, ചാന്ദിനി, KJ ദേവസി എന്നിവർ സംസാരിച്ചു. ആഗ്രഹിക്കുകയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു MP കൊടുക്കാൻ സാധിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ
ഈ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു 5 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു എന്താണ് ആചാരപൂർവമുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയുടെ പ്രവർത്തനത്തിന് ഒരു 5 ലക്ഷം രൂപയെങ്കിലും നൽകാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സംവിധാനം അങ്ങനെയാണ്, നമുക്ക് മണ്ഡലം വിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ശ്രമിക്കും. എൻ്റെ പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങൾ ജോർജ് കുര്യൻ സാർ അടക്കമുള്ളവരെടുത്ത് പറഞ്ഞ് 1 ലക്ഷം രൂപയെങ്കിലും ഞാൻ ഇവിടെ വന്നൊരു ചന്ദനം ചാർത്തിയെ കേട്ടോ ഉണ്ടാവും, അതുണ്ടാവും. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ ആരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കാലത്ത് ഇവിടുന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരത്താണ് അല്ലേ കുടുംബാരോഗ്യ കേന്ദ്രം, അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. വനിതകളുടെ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് PT ഉഷയെ വിളിച്ചൊന്ന് കൊണ്ടുപോയി ഒരു റിയൽ ഇനോഗ്രേഷൻ നിങ്ങൾ നടത്തണം. അവിടെ നമ്മൾ പോയില്ല. ഞാൻ വിളിച്ച് പറയാം, നായമ്മയെ വിളിച്ച് വരുത്തി ഇവിടെ അറിയിക്കാൻ. അവിടുത്തെ റിയൽ ഇനോഗ്രേഷൻ ആയമ്മയെ വിളിച്ച് ചെയ്യിക്കണം PT ഉഷ. കേരളത്തിൻ്റെ ആദ്യത്തെ ഫിറ്റ്നസിൻ്റെ എന്താണ് പരമോന്നത സ്ഥാനം നേടിയ വനിതയല്ലേ PT ഉഷ. ഞാൻ ആയമ്മയോട് പറയാം. അതുപോലെ തന്നെ കൃഷിഭവൻ സ്മാർട്ട് ആകുമ്പോൾ സേവനങ്ങളും സ്മാർട്ട് ആകണമെന്ന് മന്ത്രി P പ്രസാദ്. വടക്കാഞ്ചേരിയിലെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്മാർട്ട് കൃഷിഭവനിലൂടെ ബയോ ഫാർമസി, ഹെൽത്ത് ക്ലിനിക് ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും. കൃഷി ഓഫീസർമാർ കൃഷിഭവനുകളിൽ മാത്രം ഒതുങ്ങാതെ കൃഷിയിടങ്ങളിലെത്തി വിളകൾ പരിശോധിച്ച് കർഷകർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിപ്പിക്കണം. കൃഷിവകുപ്പ് നടപ്പിലാക്കിയ കതിർ ആപ്പിലൂടെ കൃഷിയുടെ ചിത്രമെടുത്ത് അപ്ലോഡ് ചെയ്യാൻ അന്നുതന്നെ ആവശ്യമായ നിർദ്ദേശം നൽകി. കർഷകർക്ക് ആവശ്യമായ സഹായം നൽകേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ്. കൃഷി സ്മാർട്ട് ആകുമ്പോൾ ഭക്ഷണവും ആരോഗ്യവും സ്മാർട്ടാകും. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷനായി. KLDC ചീഫ് എഞ്ചിനീയർ PK ശാലിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കൃഷി ഓഫീസർ EF നിംബ ഫ്രാങ്കോ പദ്ധതി വിശദീകരണം നടത്തി. 2 കോടി രൂപ വിനിയോഗിച്ചാണ് 3470 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ 2 നില കൃഷിഭവൻ കെട്ടിടം വടക്കാഞ്ചേരിയിൽ ഒരുക്കിയത്. ഫ്രണ്ട് ഓഫീസ് സൗകര്യം, കീടബാധകൾ പരിശോധിക്കാനുള്ള വിള ആരോഗ്യ കേന്ദ്രം, വിപണനത്തിനാവശ്യമായ എക്കോ ഷോപ്പ്, പരിശീലന ഹാൾ, എക്സിബിഷൻ ഹാൾ, ഡിജിറ്റൽ ലൈബ്രറി എന്നീ സൗകര്യങ്ങളോടെയാണ് സ്മാർട്ട് കെട്ടിടം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MR അനൂപ് കിഷോർ, CV മുഹമ്മദ് ബഷീർ തുടങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, കൌൺസിലർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. എല്ലാം ഉണ്ട്. അതിനകത്ത് അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്നിടത്ത് എന്ത് വേണമെങ്കിലും ചെയ്തു, എന്ത് വേണമെങ്കിലും ഞാൻ അത് ചെയ്തുതരാം. പക്ഷേ പൈസ എന്തെങ്കിലുണ്ട്, വസ്തു മാത്രമാണ് ഇല്ലാതിരിക്കുന്നത്, അതിനൊരു സഹായം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതിനായി വസ്തു നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ട് NOC ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് 7 കോടി രൂപ സജസ്റ്റ് ചെയ്യാൻ ഏത് MLAക്കും ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല. 7 കോടി രൂപ ഒരു മണ്ഡലത്തിനുണ്ടായിരുന്നു. ആ 7 കോടി രൂപയുടെ കൂടെ എനിക്ക് തോന്നുന്നു 2 കോടി രൂപയുടെ കൂടി ചേർത്തു. അതോട് നോക്കിച്ചു, ബജറ്റിനകത്ത് നോക്കിച്ചു, മിടുക്കനാകട്ടെ. അപ്പോൾ അതെല്ലാം ഒപ്പിച്ചു വന്നപ്പോൾ 9 കോടി രൂപയുടെ ഒരു സാംസ്കാരിക കേന്ദ്രം വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ ഇവരുടെയൊക്കെ സ്മരണയ്ക്കായിട്ടാണ്. KPSC ലളിതയും അബൂബക്കറും എല്ലാം അടങ്ങുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അടങ്ങുന്ന നീണ്ട നിരയുടെ ഒരു കേന്ദ്രമായ വടക്കാഞ്ചേരിയിൽ അവരുടെ എല്ലാ സ്മരണകളെ നിലനിർത്തുന്നതിന് കൂടി ഉപകരിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു കൺവെൻഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അതിന് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഭൂമി നൽകുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടക്കാകുമ്പോൾ അതും വടക്കാഞ്ചേരിക്ക് ഒരു പുതിയ തിലകക്കുറിയായി തന്നെ ഉണ്ടാവും. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാം ഇടപെടലുണ്ടാവണം, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവണം. ഉദ്ഘാടനത്തിന് മാത്രം വന്നു പോകുന്ന തരത്തിലേക്കാവരുത്. നമുക്ക് കൃഷിഭവൻ സജീവമാക്കണം, കൃഷിയും സജീവമാക്കണം. സാധ്യമാവുന്നിടത്തോളം കൃഷി നമുക്ക് ചെയ്യണം. നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്ന കാര്യം നമ്മൾ ആലോചിക്കുക. दिल पीड़ पुआ दिल मत पे
തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ വൻ കവർച്ച. അറ്റ്ലസ് ബസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പക്കൽ നിന്ന് 75 ലക്ഷം രൂപ കവർന്നു. ബാംഗ്ലൂരിൽ നിന്ന് ബസ് വിറ്റ പണവുമായി മണ്ണുത്തിയിൽ ബസ് ഇറങ്ങി ചായ കുടിക്കാനെത്തിയ മുബാറക് ബാഗ് പുറത്തുവച്ച് ശുചിമുറിയിലേക്ക് പോയതിന് പിന്നാലെയാണ് കവർച്ച. ഇനോവ കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത്. ദേശീയപാതയിൽ കാറിനായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 4ഓടെയാണ് സംഭവം. മെഡിക്കൽ ഷോപ്പിന്റെ സൈഡിൽ പണമടങ്ങിയ ബാഗ് വച്ചതിനു ശേഷം ശുചിമുറിയിലേക്ക് പോയ സമയത്ത് ഒരാൾ വന്ന് ബാഗ് എടുത്തുകൊണ്ടുപോയി. പെട്ടെന്ന് മുബാറക്ക് വന്ന് തടയാൻ ശ്രമിച്ചു. ഇയാളെ തള്ളിമാറ്റി ഇനോവ കാറിലേക്ക് കയറി. സംഭവത്തിൽ സംശയമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കുഴൽപ്പണ സാധ്യതയടക്കം തേടുന്നു. സ്ഥിരമായി കടയിൽ വരാറുള്ള ആളായിരുന്നു മുബാറക്ക് എന്ന് ദൃക്സാക്ഷി. ബാഗ് എടുത്തുകൊണ്ടുപോയത് മുബാറക്കിന്റെ ഡ്രൈവർ ആയിരിക്കുമെന്നാണ് കരുതിയത്. മുബാറക്ക് ഇയാളെ തടഞ്ഞപ്പോഴാണ് കവർച്ചക്കാരാണെന്ന് മനസ്സിലായത്. പിടികൂടാൻ ചെന്ന മുബാറക്കിനെയും തന്നെയും കാറിലെത്തിയവർ മർദ്ദിച്ചു. എന്തും ചെയ്ത് പണം തട്ടിയെടുക്കാൻ തന്നെയായിരുന്നു ലക്ഷ്യം. പണം കവർന്ന കാർ എറണാകുളം ഭാഗത്തേക്ക് പോയി. തൊട്ടു പിന്നാലെ മുബാറക്കിന്റെ ബസ് വന്നു. ബസ്സിൽ കയറി മുന്നോട്ട് പോയി തിരഞ്ഞെങ്കിലും കവർച്ചക്കാരെ കണ്ടെത്താനായില്ലെന്ന് ദൃക്സാക്ഷി CD മെഡിക്കൽസ് ഉടമ ബിജു പറഞ്ഞു. മുബാറക്കിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കവർച്ച നടന്നിരിക്കുന്നത് എന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുക്കാട്ടുകരയിൽ നടന്ന ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ ഭക്ഷണം 3 ദിവസം നൽകി. ഫുഡ് കമ്മിറ്റി കൺവീനർ AJ ഷീജ, ജനറൽ കൺവീനർ സിസ്റ്റർ ജിസ കോട്ടയ്ക്കൽ, ചെയർമാൻ കോർപ്പറേഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണം തയ്യാറാക്കി നൽകിയത്. ഈ ഡിവിഷനിലെ കൗൺസിലറാണ്. 22, 23, 24, 25 ദിവസങ്ങളിൽ സബ് ജില്ലാ കലോത്സവം എൻ്റെ ഡിവിഷനിലാണ്. അതൊരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം നമ്മൾ ഈ നവംബറോട് കൂടി ഇറങ്ങണതിനോടനുബന്ധിച്ച് എനിക്ക് ആ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. ഈ 4 ദിവസവും നമ്മുടെ ഈ പ്രിയങ്കരനായ പാചകക്കാർ വിദഗ്ധൻ ബാബേട്ടനാണ്. അതുമാതിരി ഈ കൂട്ടാളികളൊക്കെ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് നമ്മളിവിടെ നല്ലൊരു ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. കൺവീനറാണ്. എപ്പോഴും കൂടെയുള്ള രമ ടീച്ചറ്, ഷീജ ടീച്ചറ്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ HM ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്രയധികം കുട്ടികൾക്ക് നമുക്കിവിടെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത്. എല്ലാ സ്കൂളും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഫുഡ് കൊടുക്കാൻ പറ്റിയത്. എല്ലാ രീതിയിലും പറ്റാവുന്നത്ര ഭംഗിയായിട്ട് വിഭവസമൃദ്ധമായ ഊണാണ് ബാബേട്ടൻ ഇവിടെ ഒരുക്കിയത്. പറ്റാവുന്നത്ര വൈകുന്നേരം 4:30 വരെ നമ്മളിവിടെ ഫുഡ് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ഈ 4 ദിവസത്തെ സ്ഥലപരിമിതി ഉണ്ടെങ്കിലും കൂടി 4 ദിവസത്തെ ഫുഡ് ഞങ്ങൾ ഭംഗിയായിട്ട്, അതുമാതിരി ബദലഹേം HS, സെൻറ്റ് ജോർജ് LP, സെൻറ്റ് ജോർജ് UP, പള്ളി സ്കൂള്, പള്ളി ഗ്രൗണ്ട്, അതുമാതിരി തന്നെ ക്ഷേത്രകലകളായതുകൊണ്ട് കോക്കുളങ്ങര അമ്പലത്തിൻ്റെ ഹാള് എല്ലായിടത്തും ഒരുപാട് സ്ഥലപരിമിതിയൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങളത് ഭംഗിയായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നടത്തി. അധ്യയന വർഷത്തിലെ ഈസ്റ്റ് ഉപജില്ലയുടെ കലോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കലോത്സവത്തിൽ എത്തിച്ചേർന്ന 4 ദിവസങ്ങളിലായിട്ട് 6500 കുട്ടികളാണ് ടീച്ചേഴ്സും ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇവർക്കെല്ലാം രുചിയേറും വിഭവങ്ങൾ നൽകാൻ കൺവീനറായ ഷീജ ടീച്ചറും അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങളും 4 സ്കൂളുകളിലെ HMസും PTAയും എക്സിക്യൂട്ടീവും നല്ല സഹകരണത്തോടെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ 4 ദിവസം ഇന്ന് സമാപിക്കുകയാണ്. 4 ദിവസങ്ങളിലെ ഫുഡ്
നല്ല രീതിയിൽ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ എല്ലാവരും തന്നെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സംതൃപ്തരാണ്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. നല്ല ഭക്ഷണമാണെന്നാണ് ഒരു അഭിപ്രായം. മഹാത്മാ ആചാര്യൻ കാവായിക്കുളം കണ്ടൻ കുമാരന്റെ 162ാം ജന്മദിനാഘോഷങ്ങൾ ചേറൂർ മാനു മെമ്മോറിയൽ ഹാളിൽ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംബവ മഹാസഭ തൃശൂർ കോർപ്പറേഷൻ ശാഖ സംഘടിപ്പിച്ച ചടങ്ങിൽ MK മോഹൻ അധ്യക്ഷത വഹിച്ചു. SMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PS പ്രദീപ് കുമാർ, KS ഷീല, കൌൺസിലർ വില്ലി റിജിജോ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. ശാഖ സെക്രട്ടറി ശശി നെട്ടിശ്ശേരി സ്വാഗതവും PS ദിലീപ് കുമാർ നന്ദിയും അറിയിച്ചു. പലർക്കും ഈ അടുത്ത കാലത്താണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചരിത്ര പ്രസ്ഥാനങ്ങളിലും നവോത്ഥാന നായകന്മാരിലും ഏറ്റവും അധികം തിളങ്ങി നിന്നിരുന്ന ഈ ശ്രീ കണ്ടൻ കുമാരൻ മഹാത്മാവിനെ നമുക്കിന്ന് ഓർക്കാൻ പോലും നമുക്ക് മെനക്കെടാത്ത ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെയൊരു ദിവസത്തിനെ ശരിക്കും മനസ്സാ നമ്മൾ ആചരിച്ചു പോകേണ്ട ഒരു സന്ദർഭമാണ്. പക്ഷേ മറ്റ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ സാംബവ സമുദായമാണ് നിലവിൽ വന്നത്. 1911 പ്രത്യക്ഷ സഭ എന്ന ഈ പറയ സംഘം രൂപീകരിച്ചത് നമ്മളുടെ കോത എന്നൊരു പെൺകുട്ടിയാണ് 5 തിരിയിട്ട ഒരു വിളക്കിന് തീ കൊടുക്കുകയില്ല. നമുക്കറിയാം നമ്മുടെ സാംബവ സമുദായത്തിന്റെ നമ്മുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കുലത്തൊഴിൽ പോലും അന്യം നിന്ന് പോകുന്ന ഈ വേളയിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ട് തന്നെയാണ് പോകേണ്ടത്. 2025-27 വർഷത്തേക്കുള്ള DLED കോഴ്സിന്റെ സ്വാശ്രയ TTIകളിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നവംബർ 1 രാവിലെ 11-നകം തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ രേഖകൾ സഹിതം ഹാജരാവുക. നേരത്തെ അപേക്ഷ സമർപ്പിച്ചിരുന്നവർക്ക് മുൻഗണനയുണ്ട്. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
ഉറങ്ങണില്ല. ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണോ? എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണി കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. കോലഴി പഞ്ചായത്തിലെ 12ാം വാർഡിൽ വടക്കാഞ്ചേരി MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ആട്ടൂർ വനിതാ ക്യാന്റീൻ കം കൾച്ചറൽ സെന്റർ 1ാം ഘട്ടവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ബസ് ഷെൽട്ടർ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് ഉൾപ്പെടെ ടോയ്ലറ്റുകൾ, കിച്ചൺ, ഡൈനിംഗ് റൂം, വാഷ്റൂം, സ്റ്റെയർ റൂം ഉൾപ്പെടെ 764 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. 2ാം ഘട്ടം മുകളിലെ നിലയിൽ കൾച്ചറൽ സെന്റർ നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MD വികാസ് രാജ് സ്വാഗതം ആശംസിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VG ചാന്ദിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ, കോലഴി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത വിജയഭാരത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ IS പീതാംബരൻ, പ്രകാശ് ടി ചിറ്റിലപ്പള്ളി, നിഷ സജീവൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷനു കീഴിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ കരാറടിസ്ഥാനത്തിൽ കെയർ ടേക്കർ ഒഴിവിലേക്കുള്ള 1 വർഷത്തേക്കുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. കുടുംബശ്രീ അംഗങ്ങളോ കുടുംബങ്ങളോ ആയിരിക്കണം. എഴുത്തും വായനയും അറിയണം. പാചകം, ക്ലീനിംഗ് ഇവ ചെയ്തുള്ള മുൻപരിചയം വേണം. ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കുടുംബശ്രീ CDSന്റെ സാക്ഷ്യപത്രം സഹിതം ഒക്ടോബർ 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ, 2ാം നില, അയ്യന്തോൾ എന്ന വിലാസത്തിൽ തപാൽ വഴിയോ നേരിട്ടോ ലഭ്യമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 6251 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ ഒക്ടോബർ 28-ന് തൃശൂർ സ്റ്റാർ ഹെൽത്ത് ഏരിയ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് റോയ് ജോർജൻ അധ്യക്ഷത വഹിക്കും. വിൻസെന്റ് ഇഗ്നേഷ്യസ് തുടർ സമര പ്രഖ്യാപനം നടത്തും. വർഗീസ് രാജു, PK ശശികുമാർ, AR സുധീർ ബാബു, KV ദിനേശൻ, T ബിന്ദു, കാർത്തിക, CR രാജേഷ്, സുരേഷ് ബാബു എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ വർദ്ധൻ പുളിക്കൻ, കണ്ണൻ വടക്കൂട്ട്, സുരേഷ് ബാബു, CR രാജേഷ്, ലാജി എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS ജീവനക്കാർക്ക് ESI പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ESI അധികാരികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധന നടത്തി അർഹതയുള്ള HDS താൽക്കാലിക ജീവനക്കാരെ കണ്ടെത്തി ESI പരിധിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ആശുപത്രി സൂപ്രണ്ടിനെ സമ്മതിക്കാതെ തൊഴിലാളികളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സർക്കാരിന്റെയോ HDSന്റെയോ മുൻകൂട്ടി അനുമതി വാങ്ങാതെ കോടതിയെ സമീപിച്ചു. ഇപ്പോഴും 1 കോടിയിലധികം രൂപ ESI അധികാരികൾക്ക് നൽകാനുണ്ട്.
ആശുപത്രിയിലെ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ESI ആനുകൂല്യം ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തൊഴിലാളികളെയും ESI പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് നിവേദനം നൽകിയത്. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, HDS എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് KN നാരായണൻ, അവണൂർ മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. IR മണികണ്ഠൻ ഒരു സൂചന തന്നു. നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട 2 വിഭാഗമാണെങ്കിലും എല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. ഒന്ന് HDS നേരിട്ടുള്ള സംവിധാനം, രണ്ടും ഒന്നാണ് RSBY ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു 400 പേര് HDSന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട തുച്ഛമായ ഫണ്ട് കൊണ്ട് 200-ലേറെ വരുന്ന മറ്റു വിഭാഗങ്ങളും ഏകദേശം 600ഓളം പേര് താൽക്കാലിക ജീവനക്കാരായി ഈ ആരോഗ്യ മേഖലയിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ജോലി എന്ന് പറയാൻ കഴിയില്ല. ആ സേവനത്തിൽ INTUC ദീർഘകാലമായി മേഖലയിൽ യൂണിയൻ ഉണ്ട്. പക്ഷേ സമീപകാലത്ത് പുതിയ മാറ്റം വന്നു. INTUC തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട നാരായണൻ KN നാരായണൻ ഈ മേഖലയിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ഒരാളെന്ന നിലക്ക് ഈ മേഖലയിൽ യൂണിയന്റെ പ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് ഔപചാരികമായി നിങ്ങൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞങ്ങൾ വലിയ തരത്തിലുള്ള ഒരു ലോഞ്ചിങ് ഇവിടെ നടത്തേണ്ടായി സംഘടനയുടെ. അന്ന് ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ഒരു ഉദ്ഘാടകനായി എത്തിയ ഞാനും സഹപ്രവർത്തകരും സഹോദരിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിവരണങ്ങളാണ് നമുക്ക് ലഭ്യമായത്. ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വീട്ടിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഒരു ജോലിക്ക് വന്ന് ഒരു പാത്രം ചോറുമായി വന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇപ്പോൾ കേരളം ശരിയായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കഴിഞ്ഞ 4 വർഷക്കാലം NEP-യുടെ ഭാഗമായുള്ള നൂതനമായ പദ്ധതികൾ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചില്ല. ഇനിയെങ്കിലും വൈകിക്കാതെ അധ്യയന വർഷത്തിൽ വേഗത്തിൽ നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കണം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് കാശ് വാങ്ങാൻ മാത്രമാണെന്നും നയങ്ങൾ നടപ്പാക്കില്ലെന്നുമുള്ള CPM വാദം പരിഹാസ്യമാണ്. കേരളത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കരിക്കുലം പരിഷ്കരണത്തിൽ കേന്ദ്രത്തിനും ഇടപെടാവുന്നതാണ്. CPIയെ പോലെ നിലപാടില്ലാത്ത പാർട്ടി രാജ്യത്തില്ല. CPI കുരയ്ക്കും കടിക്കില്ല. ബിനോയ് വിശ്വം പറഞ്ഞതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കേരളത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനിച്ചാലും അത് കേരളത്തിലും നടപ്പാക്കും. SIR-ഉം കേരളത്തിൽ നടപ്പിലാക്കും. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ SIR കേരളത്തിൽ നടപ്പിലാക്കും. വഖഫ് നിയമം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് ഭരണപ്രതിപക്ഷം പാസാക്കിയ പ്രമേയമെല്ലാം മേശയിൽ വച്ചാൽ മതിയെന്ന് K. സുരേന്ദ്രൻ. ഈ വർഷത്തെ കമുകറ പുരുഷോത്തമൻ അവാർഡ് മരണാനന്തര ബഹുമതിയായി പ്രശസ്ത സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്റർക്ക് നൽകുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. ഒക്ടോബർ 31-ന് റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റാണി ജോൺസന് പുരസ്കാരം സമ്മാനിക്കും. യോഗാനന്തരം മായാമയൂരം എന്ന സംഗീത പരിപാടിയുണ്ട്. വാർത്താ സമ്മേളനത്തിൽ PV ശിവൻ, EH മുഹമ്മദ് റഷീദ്, സുകുമാരൻ ചിത്രസൗധം, കമുകറ R. ശ്രീലേഖ, TV അനന്തനാരായണൻ എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും
ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂരിന് ഓവറോൾ കിരീടം. തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ജൂഡോ ചാമ്പ്യൻഷിപ്പിലാണ് 139 പോയിന്റ് നേടി തൃശൂർ ജില്ലാ ടീം ഓവറോൾ ചാമ്പ്യന്മാരായത്. 106 പോയിന്റ് നേടി തിരുവനന്തപുരം ജില്ല 2ാം സ്ഥാനം, 59 പോയിന്റ് നേടി എറണാകുളം 3ാം സ്ഥാനം. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗത്തിലും ചാമ്പ്യൻഷിപ്പ് നേടിയാണ് തൃശൂർ ടീം ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത്. കാവാരിക്കുളം കണ്ണൻ കുമാരൻ അർഹമായ സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോൻ വട്ടേക്കാട്. കാവാരിക്കുളം കണ്ണൻ കുമാരൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി ശരത് മൂത്തടത്ത് അധ്യക്ഷനായി. മഹാത്മാ അയ്യങ്കാളി കഴിഞ്ഞാൽ പ്രജാസഭ സാമാജികനായിരുന്നു കാവാരിക്കുളം കണ്ണൻ കുമാരൻ. 52ലധികം ഏകാധ്യാപക സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിച്ച് അധസ്ഥിത വിഭാഗത്തിന്റെ അവശതയ്ക്ക് മോചനമെന്ന മുദ്രാവാക്യം ഉയർത്തി സർക്കാർ ഭൂമി പട്ടിക വിഭാഗക്കാർക്ക് കൊടുക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് കാവാരിക്കുളം കണ്ണൻ കുമാരനായിരുന്നു. സാംബവ സമൂഹത്തിന്റെ പരമ്പരാഗത കുലത്തൊഴിലായ ഈറ്റയ്ക്ക് പാസ് നേടിയെടുത്തത് ഇദ്ദേഹമാണ്. കാവാരിക്കുളം കണ്ണൻ കുമാരനെ കേരള ചരിത്രം രചിച്ച എല്ലാ ചരിത്രകാരന്മാരും തിരസ്കരിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പുരോഗതിക്ക് നേതൃത്വം നൽകിയ കാവാരിക്കുളം കണ്ണൻ കുമാരന് ഉചിതമായ സ്മാരകം പണിയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നമുക്കറിയാം, അയ്യങ്കാളിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലഘട്ടം നിയമസഭാ സാമാജികനായിരുന്നു കാവാരിക്കുളം കണ്ണൻ കുമാരൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ 52 ഏക അധ്യാപക വിദ്യാലയങ്ങൾ രൂപീകരിച്ചത്, സ്ഥാപിച്ചത് കാവാരിക്കുളം കണ്ണൻ കുമാരനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കറിയാം, സംഭവ സമൂഹത്തിലെ കുലത്തൊഴിലായിരുന്ന ഈറ്റ, ആ ഈറ്റയ്ക്ക് പാസ് വാങ്ങിക്കൊടുത്തത് കാവാരിക്കുളം കണ്ണൻ കുമാരൻ. അധസ്ഥിത വിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഭൂമിയും വീടും എന്നുള്ള ആശയം കൊണ്ടുവന്നത് കാവാരിക്കുളം കണ്ണൻ കുമാരനായിരുന്നു. അങ്ങനെ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങള്, ആ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവും നിയമസഭാ സാമാജികനുമായിരുന്നു കാവാരിക്കുളം കണ്ണൻ കുമാരൻ. പക്ഷെ നമുക്കറിയാം, ഇന്ന് അദ്ദേഹത്തിന്റെ സ്മരണം, ആ സ്മരണം പുതുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യമാണ് നേരിടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ഒരു സ്മാരകം അതുപോലും പണിയുവാനായിട്ട് ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ SC മോർച്ച ആവശ്യപ്പെടുന്നു,
സംസ്ഥാന സർക്കാർ കാവാരിക്കുളം കണ്ടൻകുമാരന് അർഹമായിട്ടുള്ള ഒരു സ്മാരകം പണിയാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ SC മോർച്ച ആവശ്യപ്പെടുകയാണ്. വാഹനത്തിൽ നിന്ന് 1.5 ലക്ഷം രൂപയിലധികം വില വരുന്ന വസ്തുക്കളും വിലപ്പെട്ട രേഖകളും അടങ്ങുന്ന ബാഗ് മോഷണം ചെയ്ത പ്രതികളും മോഷണ മുതൽ വാങ്ങിയ കടയുടമയും പിടിയിൽ. അമല മെഡിക്കൽ കോളേജ് ആശുപത്രി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്നാണ് 1.5 ലക്ഷത്തിലധികം വില വരുന്ന വസ്തുക്കളും വിലപ്പെട്ട രേഖകളും മോഷണം ചെയ്തത്. കുന്നത്തങ്ങാടി സ്വദേശി അനീഷ്, മൈലിപ്പാടം സ്വദേശി സന്തോഷ്, കടവല്ലൂർ സ്വദേശി ബിജേഷ് എന്നിവരെയാണ് പേരാമംഗലം പോലീസ് പിടികൂടിയത്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശുവളർത്തൽ വിഷയത്തിൽ സൗജന്യമായി 2 ദിവസത്തെ പരിശീലനം. ഒക്ടോബർ 29-30 മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മുതൽ 5 മണി വരെയാണ് പരിശീലനം. ആഗ്രഹിക്കുന്നവർക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആധാറിന്റെ പകർപ്പ് കൈവയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0491 281 5454. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി റവന്യൂ മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചു. തെക്കുംകര ചോറ്റുപാറ സബ് സെന്റർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ സ്മാർട്ട് ആകുമ്പോൾ സേവനങ്ങളും സ്മാർട്ട് ആകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മണ്ണുത്തി സെന്ററിൽ ബസ് ഇറങ്ങിയ അറ്റ്ലസ് ബസ് ഉടമയുടെ പക്കൽ നിന്ന് 75 ലക്ഷം രൂപ കവർന്നതായി പരാതി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.